ചേട്ടാ ഏതായാലും ചേട്ടന്റെ മോനോട് അഭിനയിക്കാനായിട്ട് ചെറിയ റോള് ഈ പടത്തിലുണ്ട്. അർജുൻ ചേട്ടൻ കണ്ടു എന്തായാലും നല്ല സിനിമ. അർജുൻ ചേട്ടന്റെ ഫാൻ തന്നെയാണ്. എല്ലാവരും ബാലുവും അർജുനും അല്ല അഭിനയിച്ചാൽ എല്ലാവരും നല്ലത്. വലിയച്ഛനും പിന്നെ കണ്ടന്റും നല്ല രസമുണ്ട്. ഡയറക്ടറും കളിക്കിട്ടുണ്ട്. വേറെ രേഖാചിത്രത്തിന് അതേപോലെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇന്നലെ മമ്മൂക്കയെ പോയി കണ്ടല്ലോ നേരിട്ട്, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അടിപൊളി, ഗംഭീരം, നല്ല രസമുണ്ട്. കാഴ്ചക്കും എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഫാമിലി ആയിട്ട് കാണാം. നല്ല പടം. കോമഡി പടം ഉണ്ട്. കോമഡി പടമാണ്. അതിന്റെ മേക്കിങ്ങും ഇഷ്ടപ്പെട്ടു. ഒന്ന് ഭയങ്കര സന്തോഷം ചേട്ടൻ്റെ ഫിലിം ഇങ്ങനെ കാണാന്ന് വെച്ചാൽ. ആദ്യം തന്നെ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ ഫ്രെയിമിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം സങ്കടമൊക്കെ ആയി. മേക്കിങ്ങും അതിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേട്ടൻ്റെ പടമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഞാൻ മോൻ്റെ അമ്മയാണ്. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ മോൻ്റെ ആദ്യത്തെ പടം. ഹിസ്റ്ററിയിലേക്ക് സംഭവമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ എനിക്കൊരു എവിടേക്ക് ഒരു അടികപ്പേരെ കിട്ടുവാണെങ്കിൽ പോലെ ജസ്റ്റ് ഒരു ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കഥയുടെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് മാറുന്നു. ക്ലൈമാക്സ് അത്യാവശ്യം ട്വിസ്റ്റ് ഉണ്ട്. അത് എനിക്ക് നന്നായി വർക്കൗട്ടായി. ഇവരെ കോമ്പിനേഷൻ സീൻസ് ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫൺ കോമഡി എൻ്റർടൈനറാണ്. ഒരു ചെറിയ ത്രില്ലിംഗ് എലമെൻ്റൊക്കെ ഉള്ള ചെറിയ ഫാൻറ്റസി ഒക്കെ വരുന്ന ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു നല്ലൊരു പടമാണ്. സന്തോഷത്തിൻ്റെ ഒരു പാർട്ടായാലും. അതെ അവരെ പല്ലൊട്ടിയിൽ നമ്മളവരുടെ നല്ലൊരു പരിപാടി കാണണം. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു കോമഡി ജോണറിലുള്ളൊരു പരിപാടിയാണ്. അനശ്വര അർജുൻ കോംബോ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവർ മൂന്നുപേരും കൂടി ഉള്ളൊരു നല്ലൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ റിയൽ ഫ്രണ്ട്ഷിപ്പ് പടത്തിന് നന്നായിട്ട് ഗുണം ചെയ്യുന്ന രീതിയിൽ അവരുടെ ഒരു കോംബോ വർക്കൗട്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളൊരു നോർമൽ രീതിക്ക് പോവും ഈ മൂവി. നമുക്ക് ചിലപ്പോൾ അത് ക്ലീഷേ എന്നൊക്കെ തോന്നിപ്പോവാം. നോർമലി പള്ളിയിലും ബന്ധപ്പെട്ട് പല കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിക്കൊക്കെ പോകുന്ന രീതിയിലൊക്കെ നമുക്ക് നോർമലായിട്ടൊക്കെ തോന്നാം. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. നമുക്ക് ഈ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോയ പല കാര്യങ്ങളിലും കുറേ കാര്യങ്ങൾ അതിൻ്റെ എന്താണ് റീസൺസൊക്കെ എല്ലാം റിവീൽ ചെയ്ത് കൊണ്ടിരുന്നു. നല്ല നമ്മൾ പ്രതീക്ഷയില്ല. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസും കുറേ കാര്യങ്ങളുണ്ട്. ഈ അനശ്വരയുടെ ക്യാരക്ടേഴ്സൊക്കെ ഒരു വേറൊരു ടേണുണ്ട്. വേറെ രീതിയിലേക്ക് ക്യാരക്ടർ ഇങ്ങനെ ആയിരുന്നല്ലേ അങ്ങനെ ആയിരുന്നല്ലേ. അർജുനേഷൻ ഒരു കള്ളൻ്റെ ഒരു ക്യാരക്ടർ, വളരെ രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സാധാരണ രീതിയിലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലൊരു കള്ളനാണ്. അടിപൊളിയായിരുന്നു. ഫാമിലി മൂവിയാണ്, എല്ലാവരും പോയി കാണണം. ഞാൻ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് മരിയയുടെ ക്യാരക്ടർ. ക്രൂ അടിപൊളിയായിരുന്നു. ഡയറക്ടർ ആണെങ്കിലും ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്ത്. അപ്പോൾ താങ്ക്സ് ടു മഹേഷ് അങ്കിൾ. നമ്മുടെ അർജുൻ അശോകൻ്റെ ഒക്കെ ഒരു ഡിഫറെൻറ്റ് ഫേസ് തന്നെ ഇതിൽ നമുക്ക് കാണാം. ഇതുവരെയും നമ്മൾ കാണാറില്ലല്ലോ ഇങ്ങനെ. ആൻഡ് ബാലു അനശ്വരൊക്കെ ഇങ്ങനെ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. സോ നല്ലൊരു കോമഡി എൻ്റർടൈനിങ് ചിത്രമാണ്. അപ്പോൾ എല്ലാവരും കാണണം. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എൻ്റർടൈനിങ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ല അടിപൊളി മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ പുള്ളി സെക്കൻഡ് ഹാഫിൽ തകർത്തുണ്ട്. അനശ്വരാജൻ സ്റ്റണ്ടും എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പടം. നല്ലൊരു എൻ്റർടൈനറാണ്. ഫാൻറ്റസി അല്ല, കോമഡി ത്രില്ലർ. കുറച്ച് ഫാൻറ്റസി ഉണ്ട്, കോമഡി ത്രില്ലറാണ്. നല്ല പടമാണ്. എല്ലാം തിയേറ്ററിൽ പോയി കാണുക. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. യാതൊരു വൾഗാരിറ്റി വയലൻസ് ഒന്നും ഇല്ല. ഇവിടെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക പടം. ഒരു ചർച്ച ബേസ്ഡ് ആയിട്ടുള്ള സിനിമ, ഒരു മതത്തിന് ബേസ്ഡുള്ള സിനിമ വരുന്ന ആദ്യമായിട്ടാണ് കുറേ ആളുകൾ. നല്ലൊരു സിനിമ. അർജുൻ അശോകൻ ചേട്ടൻ മതസൗഹാർദ്ദ സിനിമ. അർജുൻ അശോകൻ ചേട്ടനും ബാലുവർഗീസ് ചേട്ടനും ഫ്രണ്ട്സാണ്. ഇപ്പോൾ നല്ല കാണാൻ പറ്റുന്നുണ്ട്. ഈ ആളെ മനസ്സിലായോ? നമ്മുടെ ജിതിൻ ഓരോ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പാട്. കാരണം വെച്ചാൽ ഓരോ കോസ്റ്റ്യൂം ചെയ്യണതിന് ഇല്ലേ പ്രിയ? കാണാറില്ലേ? കന്ന് വന്ന പുഷ്പയ്ക്ക് വേറെ ലെവലിൽ വന്നു, പിന്നെ കങ്കോയ്ക്ക് വേറെ ലെവലിൽ വന്നു. കാരണം പുള്ളി ചെയ്യുന്ന ഈ വർക്കുണ്ടല്ലോ വേറെ ആരും ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോമാളിയല്ല ഇദ്ദേഹം. ചില കമൻസ് വരുന്നുണ്ട് കോമാളിയാണെന്നുള്ളത്, പക്ഷെ കോമാളിയല്ല. അഭിനയത്തോടുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആരെങ്കിലും
കണ്ട് ചാൻസ് തരികയാണെങ്കിൽ വിളിക്കാം. ഇതിനൊക്കെ നല്ല മുടക്കം വന്നാണല്ലോ. ഇതൊക്കെ സ്വന്തം ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ മാറ്റി വെച്ചിട്ടാണ് ഇതുകൊണ്ട് ഡ്രസ്സുകൾ തയ്ക്കുന്നത്. ഞാൻ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസറായിട്ട് അതിലൂടെ കിട്ടും. ഒരു സാറിന് വീട്ടിലൊരാളാണ് കോഴിക്കോട് കല്ലായി, കോഴിക്കോടുകാരനാണ്. അവിടെ നിന്നാണ് സിനിമ ഇവിടെ വന്നത്. ഇവിടെ വന്ന ഈ സിനിമാറ്റിക്കുള്ളവർ. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് പറയാൻ ഒരുപാട് പേർക്ക് കഴിയും. പക്ഷേ ഇവരൊക്കെ അനുഭവങ്ങൾ എന്താണെന്ന് ആരും ചോദിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെയാണ് വരുന്നത്, ആഗ്രഹം കൊണ്ട് വരുന്നതാണ്. കമൻറ്റിന് ആർക്ക് സാധിക്കില്ലേ. ഞാൻ ഇദ്ദേഹം കൂടി ഒരു വീഡിയോ ചെയ്തപ്പോൾ ചിലർ ഇട്ട കമൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇദ്ദേഹത്തെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. ഇദ്ദേഹം ഒരു കോമാളിത്തരം ഇവിടെ ഒന്നും കാണിക്കാറില്ല. ഇദ്ദേഹം കഥാപാത്രമായിട്ടാണ് വരുന്നത്. ഇന്ന് ഈ സിനിമയുടെ സംവിധായകൻ വിളിച്ചിട്ടാണ് വന്നത്. അതാണ് ഏറ്റവും വലിയ അഭിമാനം അല്ലേ. ഈ പടത്തിൻ്റെ ടീം അംഗങ്ങൾ വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അത്ര മുന്നോട്ട് പോവുകയാണ്. ഈ സഹോദരന് എല്ലാവിധ ആശംസകളും. പ്രിയ എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ടൊരു വാക്ക് പറ പ്രേക്ഷകരോട് ഇദ്ദേഹത്തിനെ കുറിച്ച്. നമ്മൾ ഇതിനു മുമ്പും ഏത് മൂവിക്ക് വന്നപ്പോൾ പുഷ്പയ്ക്ക് വന്നപ്പോഴും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ മാർക്കോ ആയാലും ഇപ്പോൾ പുണ്യാളനായാലും സ്വന്തം കയ്യിലെ പൈസ മുടക്കിയിട്ട് കോസ്റ്റ്യൂമൊക്കെ വാങ്ങിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നത്. നന്നായിട്ട് എഫക്റ്റ് എടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്.